എല്ലാവർക്കും PSC എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രമാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള കീടനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ് കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നതോ? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം? എറണാകുളമാണ് കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏത്? എറണാകുളമാണ്. ഇപ്പൊ നമ്മൾ എറണാകുളത്തെ കുറിച്ചിട്ട് രണ്ട് ചോദ്യങ്ങൾ പഠിച്ചു. ഒന്ന്, കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനവും അതുപോലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ലയും ഏതാണ്? എറണാകുളമാണ്. കേരളത്തിലെ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? തൃശൂർ ജില്ലയിലാണ് കേരളത്തിലെ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയോ? അത് പാലക്കാടാണ്. എവിടെയാണ് കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത്? പാലക്കാട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, 2019 ആഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം ഏത്? ഉരുൾപൊട്ടലാണ് 2019 ആഗസ്റ്റ് മാസത്തിൽ മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം. നമുക്കറിയാം, ഒരുപാട് പേരുടെ ജീവൻ എടുത്ത ഒരു ദുരന്തമായിരുന്നു കവളപ്പാറയിലെ ഉരുൾപൊട്ടൽ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗര പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ നഗരം? കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യമായിട്ട് വിശപ്പ് രഹിത നഗരം എന്ന പദ്ധതി നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല? വയനാട് ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കണ്ണൂർ ജില്ലയിലാണ് കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ളത്. ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? അതും കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. ധർമ്മടം നിയമസഭയും ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാം പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല ഏത്? കാസർഗോഡ് ജില്ലയിലാണ് പീലിക്കോട് എന്ന പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ പഞ്ചായത്തിനാണ് കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാം പുരസ്കാരം ആദ്യമായി നേടുന്നത്. അപ്പം നിർമ്മൽ ഗ്രാം പുരസ്കാരം ആദ്യമായി നേടിയ പീലിക്കോട് പഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏത്? കാസർഗോഡ് ജില്ലയിലാണ് യക്ഷഗാനം എന്ന കലാരൂപത്തിന് കൂടുതൽ പ്രചാരം സിദ്ധിച്ചത്. അടുത്ത ചോദ്യം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണം സ്ഥിതി ചെയ്യുന്നത്. ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏത്? പെരിയാർ നദിയാണ് ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, പമ്പ നദിയുടെ പതനസ്ഥാനം? എവിടെയാണ് പമ്പ പതിക്കുന്നത്? വേമ്പനാട്ടുകായലിലാണ് പമ്പ നദിയുടെ പതനസ്ഥാനം. അടുത്ത ചോദ്യം, വറ്റി വരണ്ടു പോയ ഏത് പുഴയുടെ നീരൊഴുക്കിനെയാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടങ്ങരപ്പള്ളം പുഴയാണ് വറ്റി വരണ്ടു പോയ നദി. ഈ നദിയുടെ നീരൊഴുക്കിനെയാണ് അട്ടപ്പാടിയിലുള്ളവർ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് ഭവാനി നദി എന്ന് പറയുന്നത്. ഈ ഭവാനി നദിയാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുള്ളതിൽ ഒരു നദി. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏത്? ആക്കുളം കായലാണ് കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കിയ കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ശുദ്ധജല തടാകം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. അപ്പം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം? ചെങ്കൽ മണ്ണാണ്. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം?
ചെന്തുരണി വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ഏതാണ് ചെന്തുരണി വന്യജീവി സങ്കേതം? അടുത്ത ചോദ്യം, ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? തേന്മലയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്? കോതമംഗലം താലൂക്കിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, മുക്തി ഏത് വിളയുടെ ഇനമാണ്? ഏതാണ്? തക്കാളിയുടെ ഇനമാണ് മുക്തി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. അടുത്ത ചോദ്യം, ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എറണാകുളത്താണ് ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. പിന്നെ എന്റെ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.